ഇതിനെ നമ്മുടെ നാട്ടിൽ ചീമച്ചക്ക എന്ന് പറയും. ഇനി ചീമച്ചക്ക കൈക്കിട്ടിയാൽ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ. ചീമച്ചക്ക ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമുക്കിതിലേക്കൊരു 10-15 കൊച്ചുള്ളി, ഒരു 3-4 പച്ചമുളകും കരിവേപ്പിലയും ഒരു 7 ടല്ലി വെളുത്തുള്ളി കീറി ഇട്ടതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഒന്ന് വഴന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ചീമച്ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പിനായിട്ട് നമുക്ക് തേങ്ങയും പെരുംജീരകവും നന്നായിട്ട് ചതച്ചെടുത്തതാണ്, നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ഒന്ന് ചതച്ചെടുത്താണ് തേങ്ങയും പെരുംജീരകവും കൂടെ. നമുക്കിനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. തേങ്ങ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഗരം മസാലയാണ്. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇനി നിങ്ങൾ ചീമച്ചക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കൂ. വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും.